ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അലക്സ് എന്നാണ്. എൻ്റെ വൈഫാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ മാതാവും അതുപോലെ പുണ്യാളന്മാരൊന്നുമില്ല. അങ്ങനെ ഞാൻ മാതാവിനെ അറിയുന്നത് തന്നെ വൈഫ് കാരണമാണ്. വൈഫ് യൂട്യൂബ് വഴി പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തുമ്പോൾ അവളങ്ങനെ കളിയാക്കുമായിരുന്നു. ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾക്കിങ്ങനെ ഒന്നും മാതാവൊന്നുമില്ല, അതുകൊണ്ട് നീ ഇങ്ങനെ ഒന്നും പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ ഇവിടെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണാനിടയായപ്പോൾ ആ സമയത്താണ് പിന്നെ എനിക്ക് ഫാമിലിയിൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അയൽവാസികളുമായിട്ടും ബന്ധുക്കളോ എല്ലാ കാരണങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്നോട് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാനങ്ങ് പ്രാർത്ഥിച്ചാണ് മാതാവിനോട്. 2019 നവംബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആ ഉടമ്പടി വെച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അതുപോലെ തന്നെ മാതാവ് നടത്തി തന്നു. ഇത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ വൈഫിന് കൊടുക്കാം, അവളായിരിക്കും കൂടുതൽ പറയാൻ. നവംബർ 3 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ആദ്യം ഞാനും അമ്മയും കൂടെയാണ് ഇവിടെ വന്നെടുത്തത്. അമ്മയുടെ കൂടെ വന്ന് അപ്പം ഹസ്ബൻഡിൻ്റെ അവിടെ സ്ഥലമൊക്കെ ഉണ്ട്, 9 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടെങ്കിലും അത് തരുമൊന്നും ഇല്ലെന്ന് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ വിചാരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ യൂട്യൂബിലെ പ്രാർത്ഥന കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കരിപ്പൂർ എയർപോർട്ടിലെ ഒരിതിൽ വിളിച്ച് ജോലിക്ക് കയറുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി നോക്കി. അത് കഴിഞ്ഞ് പിന്നെ 12 മണിക്കൂർ അവിടെ നിൽക്കേണ്ട കാരണം വിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയവനൊരു വിശ്വാസമൊക്കെ ആയി മാതാവിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഇവിടെ വന്ന് ഇതുപോലെ നവംബറിൽ വന്നപ്പോഴത്തേക്ക് 2019 വന്ന് ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾക്ക് ആദ്യം വെച്ച നിയോഗം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് വഴിയില്ലായിരുന്നു. ഒരു പോസ്റ്റ് കാരണം ഒരാൾക്ക് കഷ്ടപ്പെട്ട് പോകാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സ്ഥലത്ത് പോസ്റ്റ് മാറ്റാണ്ട് ഇവർ അപേക്ഷ കൊടുത്ത് ഒരു 15 വർഷത്തോളം അപേക്ഷ കൊടുത്തെങ്കിലും ചെല്ലുമ്പം അവർ വന്ന് നോക്കുമ്പം അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടുകാർ തന്നെ അത് മുടക്കി വിടുമായിരുന്നു. അങ്ങനെ അത് മുടങ്ങി വീട്ടിലോട്ട് വഴി വരാനായിട്ട് അവർ സമ്മതിക്കുകയില്ലായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കാണ് ഇവിടെ വന്ന് ഇവിടെ ഉടമ്പടി വെച്ചതിൽ ഇതുവഴി ഞങ്ങൾ പോലും വിചാരിക്കാതെ ഉടമ്പടി വെച്ച് ഒരു 14 ദിവസം പോലും ആയില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഇലക്ട്രിസിറ്റി അവിടെ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അപ്പുറത്ത് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടുകാരെയൊക്കെ സമ്മതപത്രം വേണമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവർ ഏതെങ്കിലും അവർ തരുവേലെന്നറിയാം. പക്ഷെ എന്നാലും അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് വന്ന് നോക്കി ശേഷം പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഒരു പണിക്കാരെ വിടാം, അവർ വന്ന് നോക്കട്ടെ, പോസ്റ്റ് മാറ്റാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അന്ന് എൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പണിക്കാർ വന്നിട്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അവിടെ വന്നിട്ട് കുഴിയെടുത്തിട്ട് സാധാരണ പോയി പിന്നെ അവർക്ക് തോന്നുമ്പോൾ മാത്രം വന്ന് പോസ്റ്റ് മാറ്റി ഇടുകയുള്ളായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഒരു വൈകുന്നേരം ആകുന്നതിന് മുമ്പായിട്ട് തന്നെ പോസ്റ്റ് മാറ്റി തന്നിട്ട് അവർ പോയി. പക്ഷെ 15,000 രൂപ വേണമെന്ന് പറഞ്ഞു കൊടുത്ത് ഒരു 7,000 രൂപ താഴെ എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് അതിന് ചിലവ്. അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മ ഈ സ്ഥലം ഞങ്ങൾക്ക് തരുവല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ അച്ഛൻ ഇതുപോലെ തന്നെ മോനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതെല്ലാം വീട് അമ്മയുടെ പേരിലാണ് കിടക്കുന്നത്, പക്ഷേ സ്ഥലം 6 സെൻറ്റ് അച്ഛൻ്റെ പേരിലുമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അച്ഛൻ്റെ 6 സെൻറ്റ് നിനക്ക് എഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ 6 സെൻറ്റ് സ്ഥലം എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ എഴുതി കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ അതിര് പ്രശ്നമുണ്ട്, അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് തന്നെ അതിര് പ്രശ്നവും കാര്യങ്ങളുമൊക്കെ എന്നും മിക്കവാറും ദിവസം അവിടെ വഴക്കും പോലീസിൻ്റെ കേസും പ്രശ്നമൊക്കെ ആയിരുന്നു. അതേതായാലും ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി വെച്ച ശേഷം അതിര് ഞങ്ങൾ കെട്ടാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷേ 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലായിരുന്നു. ആ സമയത്ത് TVSൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് ഇങ്ങനെ പേഴ്സണൽ ലോൺ ഉണ്ട് തരാം, പക്ഷേ 2 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ അടുത്ത കടവും തിരിച്ച് അടയ്ക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഏതായാലും വേണ്ട എടുത്തേക്കാം, ഏതായാലും സ്ഥലം 6 സെൻറ്റ് ആണല്ലോ എഴുതി കിട്ടിയല്ലോ, എന്നാൽ പിന്നെ അത് എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് അതിനെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബജാജുകാർ വിളിച്ചിട്ട് പറഞ്ഞു പേഴ്സണൽ ലോണുണ്ട് 1,25,000 രൂപ തരാം, 1,45,000 അങ്ങനെ കണ്ട് അടവ് വരുവുള്ളൂ,
വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരാഴ്ചക്കകത്തെ പൈസ കയറുള്ളൂ എന്ന് പറഞ്ഞത് വെറും ഒരു 3 ദിവസം കൊണ്ട് ആ പൈസയും കയറി. അപ്പം ഞങ്ങളങ്ങനെ ആ ലോണിന് പാസ്സാക്കാനായിട്ട് കൊടുത്തു. പക്ഷേ അതുപോലെ തന്നെ കെട്ടാനായിട്ട് ആ പൈസ ഇല്ല. ഈ ലോൺ കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അതാ ചെറുക്കൻ ആ കല്ലിൻ്റെ പരിപാടി പോലും അല്ല. അപ്പോൾ അതിനെന്തോ പെട്ടെന്ന് അതിന് കല്ല് വെട്ടുന്ന പരിപാടി തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് മേളത്തെ തട്ടുകല്ല് നിനക്ക് തരാം കെട്ടാനായിട്ട്, ബാക്കി അടിയിലോട്ട് വരുന്ന മാത്രമേ വീട് പണിക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ, അപ്പോൾ തട്ടുകല്ല് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 9 ലോഡിന് മേളിൽ കല്ല് ഞങ്ങൾക്ക് ഇറക്കി തന്ന് അതിൽ കെട്ടാനായിട്ട്. പക്ഷേ അതിന് ശേഷം അവർക്ക് ആ കല്ല് അതായത് വീട് പണിക്കായിട്ട് എടുക്കാൻ പറ്റുമല്ല, അതുകൊണ്ട് ആ കല്ല് വെട്ടുന്നത് നിർത്തി ആ ചെറുക്കൻ. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാവ് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ആ കല്ല് അത്രയും വെട്ടി ഞങ്ങൾക്ക് പൈസ ആയപ്പോൾ ഉടനെ വേണ്ടെന്ന് പറഞ്ഞ് 4000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ലോഡ് ആ ചെറുക്കൻ ഞങ്ങൾക്ക് ഇറക്കി തന്നു 8-9 ലോഡിന് മുകളിൽ. അതുപോലെ തന്നെ അതിന് ശേഷം അവിടുത്തെ ആ സൈഡ് കെട്ടുന്ന സമയത്തൊക്കെ വഴക്കുണ്ടാക്കാൻ വരും. പക്ഷേ എന്നാലും എത്ര നാളായി അതിര് ഈ പ്രശ്നം നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? എത്ര വർഷമായിട്ടുണ്ടാവും പ്രശ്നം നടക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10-35. ഈ എൻ്റെ ഭർത്താവ് ഉണ്ടായി അന്ന് ജനിച്ച അന്ന് മുതൽ അവിടെ തന്നെ വഴക്കും പ്രശ്നങ്ങളുമാണെന്ന് പറഞ്ഞാൽ അതിര് പ്രശ്നമാണ്. അപ്പോൾ അച്ഛൻ്റെ വീതം സ്ഥലമാണ്. അപ്പോൾ അന്നേ ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത് ഇവരുടെ വഴക്കുകൾ തമ്മിൽ. ഏതായാലും പിന്നെ താഴത്തെ വീട്ടുകാരുമായിട്ടും വഴക്കാം. ഇങ്ങനെ മേളും താഴെയായിട്ടായിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസത്തെ മഴ ഇതൊക്കെ കഴിയും തോറും സ്ഥലം കുറഞ്ഞു വരുമായിരുന്നു. അങ്ങനെ ഏതായാലും അവിടെ കെട്ടി ഞങ്ങൾ ശരിയാക്കി. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു സൈഡ് വരുന്നത് പുറഭാഗം അമ്പലമാണ് വരുന്നത്. അതും അമ്മയുടെ കൃപ കൊണ്ട് അതും ഞങ്ങൾ കെട്ടി ശരിയാക്കി. പിന്നെ വരുന്ന അച്ഛൻ്റെ ചേട്ടൻ്റെ സ്ഥലമാണ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ അവർ കെട്ടാതെ ഇങ്ങനെ ഇട്ടിട്ട് കുറേ നാളെ ഒരു 5-8 മാസമായിട്ടും കെട്ടുന്നില്ല. അത് ഞങ്ങൾ വീണ്ടും ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ എഴുതി വെച്ച് അതുവഴി ഞങ്ങൾക്ക് വീണ്ടും അവർ ഞങ്ങൾ തന്നെ കെട്ടിത്തരാം, ഒരു വരിയാണെങ്കിൽ ഒരു 3-4 വഴി വേണമെങ്കിലും ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ തന്നെ കെട്ടിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇതുപോലെ തന്നെ വന്നിട്ട് അവർ രാവിലെ പണി തുടങ്ങി. 2-3 ദിവസം കൊണ്ട് അവർ അതിര് തീർത്ത് തന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റ് മാറ്റിയ വഴി ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി പോലും കയറി വരുമല്ല. ഒരു ഓട്ടോ വാങ്ങിച്ചിട്ട് താഴെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് കൊണ്ടിട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഓട്ടോ അവിടെ കൊണ്ടിടുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് ഞങ്ങളത് കൊടുത്ത് വണ്ടിയിടാൻ ഇടയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് വലിയ ലോറി വരെ ഞങ്ങളുടെ വീണ്ടും മുറ്റത്ത് കയറ്റിടാവുന്ന വിധത്തിലുള്ള വഴി കിട്ടി. അതുപോലെ തന്നെ ഈ ലോൺ കിട്ടിക്കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പണിക്ക് പോകാൻ പറ്റുമല്ല. പണിയില്ലേ നമ്മുടെ വീടിൻ്റെ അതിര് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ആ മെയിനായിട്ട് അതിന് മെനക്കെട്ട് ഒരു 2-3 മാസം എടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അതിരും ഇതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വീടിൻ്റെ പണിയും പകുതി തേപ്പൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അന്നേരത്തേക്ക് ഇതുപോലെ കൊറോണയുടെ സമയത്ത് ഒരു മുറ്റത്തമുല്ല എന്ന് പറഞ്ഞ ഒരു ലോൺ സഹകരണ ബാങ്കിൽ നിന്ന് പാസ്സായി. അത് എനിക്കും എൻ്റെ അമ്മായിയമ്മയ്ക്കും കൂടെ പാസ്സായി. 1 ലക്ഷം രൂപ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ തേപ്പ് പൂർണ്ണമായിട്ട് തീർത്ത്. പക്ഷേ ഇനി തറയിടാനുണ്ട്. ആ വീടിൻ്റെ പണി തീർത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആ ലോൺ അടയ്ക്കണമല്ലോ. ഈ ലോണും ബജാജിൻ്റെ ലോണും എല്ലാം കൂടെ അടവായി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോഴത്തേക്കുണ്ട് അന്നേരത്തേക്ക് ഒരു 6 മാസത്തിന് മുകളിൽ ആ ലോൺ അടവ് അമ്മമാതാവായിട്ട് നീട്ടിത്തന്ന് അതിനുശേഷം അവർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾ പലിശ മാത്രം ആദ്യം 3 വർഷത്തേക്ക് എങ്ങാണ്ട് അടച്ചാൽ മതി, അത് 5000-ന് മുകളിൽ അടവ് വരേണ്ട ലോണ് വെറും 2000 അടുത്താക്കി അവർ തന്ന്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇതിൻ്റെ ഒരു കൂട്ടുകാരന് ഒരു 50,000 രൂപ വിട്ട് തന്നതാണ്. അത് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അത് വിളിച്ചിട്ട് പറഞ്ഞ് നീ ഇനി അത് തരണ്ടെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ കൊറോണയൊക്കെ കൂടിയ സമയത്ത് പിന്നെ ഞങ്ങൾ കൃപാസനത്തിലെ പ്രാർത്ഥനയൊക്കെ ചെറുതായിട്ടൊക്കെ മുടക്കി. അപ്പം രണ്ടാമതൊരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നത് അബോർഷനായി പോയായിരുന്നു. അതിനുശേഷം 1 വർഷത്തോളം പിന്നെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ രണ്ടാമത് ഏപ്രിൽ മാസം ഉടമ്പടി വെച്ച് മെയ്യൊക്കെ വീണ്ടും എനിക്ക് വിശേഷമൊക്കെ ഉണ്ടായി. ഇപ്പോൾ 5 മാസം കഴിഞ്ഞ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 4-ാം തീയതി ബൈക്ക് ഒന്ന് തെന്നി വീണിട്ട് കാലിന് ചെറുതായിട്ട് ഒരു ചതവ് പറ്റിയതല്ലാതെ വേറെ യാതൊരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ കാലൊക്കെ ഒടിഞ്ഞു പോകണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാതാവ് കാത്തു പരിപാലിച്ച്. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്ന ആ മാസം തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം പറയേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉടമ്പടി നിയോഗം വെച്ച അന്ന് തന്നെ ഞങ്ങളുടെ ഇതെല്ലാം റെഡിയായതാണ്. പക്ഷേ
ഇത്രയും താമസിച്ചായിട്ട് അമ്മയോട് തിരുക്കുമാരനോട് ക്ഷമ പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. ഇവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ വലിയ സാക്ഷ്യങ്ങളാണ്. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അത്ര വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ജീവിതങ്ങൾ എനിക്ക് അത്ര വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഉടമ്പടി ചെയ്ത സമയത്ത് ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച സമയത്ത് ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു 15 വർഷമായിട്ട് വഴിയില്ലെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഉള്ളത് കൊണ്ട് അതിനിടയിലൂടെ ഞെരുങ്ങി വേണം പോകാനായിട്ട്. അത് സഹോദരങ്ങൾ തന്നെയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. പലതവണ ഇതിൻ്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ സമർപ്പിക്കും, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു തടസ്സത്തിൻ്റെ സമയത്താണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി ചെയ്ത് പറയുന്നത് 14-ാം ദിവസം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ നീക്കം ഉണ്ടായിട്ട് ആ പോസ്റ്റ് അവിടെ നിന്ന് മാറി അവർക്ക് ആ ഒരു വഴി കൃത്യമായിട്ട് അപ്പോൾ അതിന് അവിടെ ചെയ്യണമെങ്കിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോഴാണ് പറഞ്ഞ പേഴ്സണൽ ലോൺ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ 1,25,000 ലോണ് അത് നമുക്ക് കിട്ടും. അപ്പോൾ അത് 1,45,000 എന്തെങ്കിലും അടച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ആ ലോൺ അങ്ങനെ വരുന്നത്. അത് 3 ദിവസം കൊണ്ട് തന്നെ ഇവരുടെ കയ്യിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നടന്ന വഴിപ്രശ്നം, അതായത് 15 വർഷമായിട്ടുണ്ടായിരുന്ന അനുഭവിച്ചിരുന്ന വഴിപ്രശ്നം ഈ ഉടമ്പടി ചെയ്ത ഉടനെ 14-ാം ദിവസം അത് പെട്ടെന്ന് അങ്ങോട്ട് മാറി. പിന്നെ പറയണം 35 വർഷത്തിന് മുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ജനിച്ച നാൾ മുതൽ കാണുകയാണ് അതിര് പ്രശ്നം. അതും സഹോദരങ്ങൾ തമ്മിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സമ്മതിക്കില്ല, അതിര് കെട്ടാൻ വേണ്ടി സമ്മതിക്കണില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്തേക്ക് അതിര് കെട്ടാനുള്ള കൃപ പരിശുദ്ധ മാതാവ് കൊടുത്തു. അപ്പോൾ അതിന് വേറെ പ്രശ്നം എന്നാൽ കല്ലില്ല. ഇപ്പോൾ കല്ലിൻ്റെ വർക്കല്ലാത്തൊരു മകൻ പെട്ടെന്ന് ആ ഒരു ജോലി തുടങ്ങി വെച്ച് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ കല്ല് തരാമെന്നുകൊണ്ട് 9 ലോഡ് കല്ലങ്ങോട്ട് ഇറക്കി കൊടുത്തു. എന്നിട്ട് പറയണം അപ്പം തന്നെ ആ മകൻ അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ആ ജോലിയും വിട്ടു. നമ്മൾ മനസ്സിലാക്കി ഇവരുടെ ആവശ്യം കണ്ടുകൊണ്ട് അമ്മ മാതാവ് ഒരു വ്യക്തിയെ പെട്ടെന്ന് അങ്ങോട്ട് ഒരുക്കിയിട്ട് ആ കല്ലെടുത്ത് കൊടുത്തു. അത് മാത്രമല്ല 9 ലോഡ് അടിച്ചുവെങ്കിൽ അതിൻ്റെ പൈസ പോലും ആ വ്യക്തിയാണ് ഇവർക്ക് വേണ്ടി മുടക്കി അവർ അതിര് കെട്ടി തടസ്സങ്ങളെല്ലാം മാറിക്കഴിഞ്ഞത് മാത്രമല്ല സഹോദരങ്ങളുമായിട്ടുള്ള ഈ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം മാറി രമ്യതയിലായി, സന്തോഷത്തിലായി. അത് കഴിഞ്ഞ് ഇവർ പറയുകയാണ് ഒത്തിരി നാളായിട്ട് പിണങ്ങിക്കരുന്ന് ഇത് മൊത്തം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ലോൺ അടവിൻ്റെ സമയമുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാരണങ്ങളൊക്കെ വന്നു തുടങ്ങിയ കാരണത്തിൽ ഇവർ ചെയ്യുന്ന കൊറോണ കാരണം ആ സമയത്ത് പിന്നെ ലോൺ അടക്കണ്ട എന്നുള്ളൊരു കാര്യം വന്നു. അപ്പോഴത്തേക്ക് അവിടെയും പരിശുദ്ധമ്മ മാതാവ് കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ട് ഇവരുടെ ജീവിത മേഖല ഓരോ മേഖലകളിലും പരിശുദ്ധമ്മ മാതാവ് ഇടപെട്ട് അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് പറഞ്ഞ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ കൃപയാൽ നല്ലൊരു കുഞ്ഞിനെയും നൽകി ഇവർക്ക് അനുഗ്രഹിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിന് പരിശുദ്ധമ്മ മാതാവ് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധമ്മയുടെ നാമത്തിൽ ഉടമ്പടി പോലെ ഇവർക്ക് കിട്ടിയ എല്ലാ നിയോഗങ്ങളെയും സാധിച്ചു കൊടുത്ത എല്ലാ നിയോഗങ്ങൾക്കും അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ നാമത്തിൽ സ്തുതിച്ച് നന്ദി പറയാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ്. ഞാൻ 2019 ഒക്ടോബർ 30-നാണ് ഇവിടെ വന്ന് ഞാനും അമ്മയും കൂടി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2018 ജൂൺ മുതൽ കേട്ടറ്റ് എക്സാം എഴുതുന്നതാണ്. 5 തവണ എഴുതി ഞാൻ ജയിച്ചില്ല. ഓരോ വട്ടം എഴുതുമ്പോഴും 2-3 മാർക്കിനാണ് ഞാൻ പോകുന്നത്. 90 മാർക്ക് മതി എനിക്ക്. 88, 82, 84 ആ മാർക്കിൽ തന്നെ നിൽക്കുന്നു. ഓരോ വട്ടം എഴുതുമ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ജയിക്കുന്നു, പക്ഷെ ഞാൻ ജയിച്ചില്ല. അപ്പോൾ എന്നോട് ഒരു കോച്ചിങ് സെൻറ്ററിലത്തെ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ മതി, അപ്പോൾ എക്സാം പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരാദ്യം പറഞ്ഞപ്പോൾ ഞാൻ അത്ര ഇതാക്കില്ല. പിന്നെ അവർ പത്രം തന്നു, പത്രത്തിൽ ഓരോ സാക്ഷ്യം കേട്ടു. അപ്പോൾ ഞാൻ ആദ്യം ഇതാക്കില്ല. പക്ഷേ ഇങ്ങനെ ഓരോ തവണ എഴുതും തോറും തോക്കുന്നതല്ലാതെ വിജയം ലഭിക്കുന്നില്ല എനിക്ക്. അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര വിഷമമായി തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അന്ന് നമുക്ക് അവസാനമായിട്ട് ഇന്ന് കൃപാസനത്തിൽ പോവാം, നമുക്കൊന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അമ്മയുടെ 2 സഹോദരിമാരും കൂടി ചേർന്നാണ് ഇവിടെ 2019 ഒക്ടോബർ 30-ന് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് എക്സാം പാസ്സാൻ സാധിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഉടമ്പടി എടുത്ത് പിറ്റത്തെ മാസം തന്നെ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നു 82 മാർക്ക് തന്നെ. 2 മാർക്കിന് ഞാൻ അപ്പോഴും
തോറ്റുപോയി. അപ്പോൾ എനിക്ക് വീണ്ടും സങ്കടം. എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടും മാതാവ് എന്നെ കൈവിട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ജനുവരി 2-ാം ശനിയാഴ്ചയാണ് എനിക്കിവിടെ ധ്യാനത്തിൻ്റെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു ആൻ്റണി എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായി. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ അമ്മയും കൂടി പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് അച്ഛനെ കാണണം, ഇങ്ങനെ പലതവണ എക്സാം എഴുതി തോക്കുകയാണ്, അപ്പോൾ അന്ന് അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആൻ്റണി ചേട്ടൻ പറഞ്ഞു, മോള് പ്രാർത്ഥിക്ക്, എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മോൾക്ക് ആരുടെങ്കിലും ഒരു വിദ്വേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അല്ല, മോൾക്ക് ഒരാളുടെ അടുത്ത് ഒരു ചെറിയൊരു വിദ്വേഷമുണ്ട്, അത് ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിൻ്റെ സമയത്ത് പ്രോജക്റ്റ് ചെയ്യുന്ന ഇതിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ടാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എ കിട്ടി. പക്ഷെ അവൾ പറയുന്നത് ഞാൻ കാരണമാണ് A+ പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവളെ വിളിക്കണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ അവളെ വിളിച്ചു. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ 2020 ഫെബ്രുവരി 14 ഞാൻ കേട്ടറ്റ് എക്സാം എഴുതി. 2020 മെയ് 30 റിസൾട്ട് വന്നപ്പോൾ 90 മാർക്ക്. ഇതുവരെ എനിക്ക് 82 മാർക്ക് ലഭിച്ച് ഞാൻ അന്നത്തെ അതിൽ 90 മാർക്ക്, 1 മാർക്ക് അങ്ങോട്ടും 1 മാർക്ക് ഇങ്ങോട്ടും ഇല്ലാതെ 90 മാർക്ക് നൽകി എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു. 6 വട്ടം എഴുതി 7ാമത്തെ തവണയാണ് ഞാൻ ജയിച്ചത്. അതെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ 2019 ജനുവരി മുതൽ എനിക്ക് ആലോചനകൾ വന്നു തുടങ്ങി. പല ആലോചനകളും വന്നു, പലരും മുടക്കമൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ ധ്യാനത്തിന് വന്നപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ജനുവരി 30 അങ്ങനെ ജനുവരി 30 എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് കേട്ടറ്റ് എക്സാം പാസ്സാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ജനുവരി 27 വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ നിന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അപ്പം വിളിച്ചേക്കണ്, ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ഇങ്ങനെ കൊണ്ടുവന്ന്. അങ്ങനെ ഞങ്ങളുടെ സെപ്റ്റംബർ 14 2020 സെപ്റ്റംബർ 14 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അടുത്തെന്ന് അറിയാനായിട്ട് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 10 മാസമായി. അപ്പോൾ ഈ പലരും ചോദിക്കാൻ തുടങ്ങി വിശേഷമൊന്നും ആയില്ല. അപ്പം ഞങ്ങൾക്കൊരു സങ്കടം ആവാത്തതിൻ്റെ ഇത്. അപ്പം ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഹോമിയോൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ PCOD ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ PCOD എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആദ്യം കണക്കാക്കിയില്ല, കുറച്ച് നാളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നീടും ഇങ്ങനെ വയറുവേദന എന്നതനുസരിച്ച് അപ്പോൾ പിന്നീട് ഞങ്ങൾ വിചാരിച്ച് എന്നാൽ സ്കാൻ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്ത് മെയ് 3 ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പം ആ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിച്ച് അവിടെ ഇരുന്നോ, ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. ആദ്യം വിളിച്ച് അവരെൻ്റെ ഈ വയറുമ്മ വെച്ച് ഇങ്ങനെ സംഭവം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ മോണിറ്ററിൽ കാണുന്നത് എൻ്റെ ഈ മോണിറ്ററിൽ നിറച്ചും കുരുക്കൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു മോള് ഒന്നുകൂടി വെള്ളം കുടിച്ച് പുറത്തിരിക്കി, വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കാകെ പേടി, നിറച്ചും കുരുക്കൾ മാത്രം കാണുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് PCOD തന്നെയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഡോക്ടർ വീണ്ടും എന്നെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ പുറത്ത് പോയി. ഞാൻ അപ്പം തന്നെ ഓൺലൈനിൽ ഇങ്ങനെ നിയോഗങ്ങൾ എഴുതിയിട്ട് എനിക്ക് PCOD ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിയോഗങ്ങൾ എഴുതിയിട്ട് പിന്നെ കാശ് രൂപം ഉണ്ട് എൻ്റെ കയ്യിൽ, കാശ് രൂപം ഇങ്ങനെ മുറുക്കെ പിടിച്ച് അങ്ങനെ ഇരുന്ന്. അത് 2ാമതും എന്നെ വിളിച്ച് ഡോക്ടർ വിളിച്ച് ഞാനപ്പോൾ ഇങ്ങനെ വയറിൽ കാശ് രൂപം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ പിന്നീട് ഞാൻ ആദ്യം കണ്ട മോണിറ്ററിൽ നിറച്ച് കുരുക്കളാണെങ്കിൽ 2ാമത് ഞാൻ മോണിറ്റർ കാണുന്ന എൻ്റെ 2 ഓവറികൾ മാത്രം ഞാൻ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ ആദ്യം കണ്ടതിനേക്കാളും ഭയങ്കര ഒരു മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. അങ്ങനെ അടുത്തൊരു വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടറ്റ് എക്സാം പാസ്സായി. അപ്പം ഞങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കേട്ടറ്റ് എക്സാം പാസ്സായവർക്ക് ഒരു ടെസ്റ്റ് അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ജൂലൈ 9 അവരൊരു ടെസ്റ്റ് നടത്താമെന്ന് വിചാരിച്ച് ജൂലൈ 9 ജൂലൈ 10 ആയിട്ട്
അപ്പോൾ ജൂലൈ 9 ഓൺലൈനിൽ എക്സാം ആയതുകൊണ്ട് അവരാദ്യം പറഞ്ഞ് ഒരു ട്രയൽ നടത്തി നോക്കാം, എന്നിട്ട് ജൂലൈ 10 നിങ്ങൾ എക്സാം എഴുതിക്കുമെന്ന് പറഞ്ഞു. ആകെ ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ എക്സാം, അത് അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു. ജൂലൈ 9 ഞാൻ കയറി നോക്കിയിട്ട് ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ സൈറ്റ് എനിക്ക് മാത്രം ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ്, ദൈവം എനിക്ക് മാത്രം ഓപ്പൺ ആവുന്നത് എന്താണെന്ന്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി എനിക്ക് കിട്ടി, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെയല്ല, എന്നാൽ അവളങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷന്. അപ്പം തന്നെ ഓൺലൈനിൽ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട്, എൻ്റെ മാതാവ് എനിക്ക് മാത്രം കിട്ടുന്നില്ല, ബാക്കി എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴത്തേക്കും കലൂർ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ചേച്ചി എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, ചിലപ്പോൾ മോള് 2 ഡിവൈസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞങ്ങൾ 2 ഫോൺ ഉപയോഗിച്ച് ടെൻഷൻ കൊണ്ടാണ്, ഏത് ഫോണിലാണ് കിട്ടണം അതനുസരിച്ച് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ഫോൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ്, നാളെ രാവിലെ 10 മണിക്ക് ഒന്നുകൂടി കയറി നോക്ക്, എന്തെങ്കിലും മോൾക്ക് ഓപ്പൺ ആയാൽ മാത്രം അത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഒരു 3 വർഷം കൂടുമ്പോൾ വന്ന ചാൻസാണിത്, അത് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ എന്താണ്, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഓൺലൈനിൽ നിയോഗം എഴുതി മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച്, അങ്ങനെ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി സൈറ്റ് ഓപ്പൺ ആക്കി എന്ന് പറയുന്നതല്ലാതെ എന്താ പറയുക, എൻ്റെ സൈറ്റ് ഓപ്പണായി. ഇന്നലെ വരെ എൻ്റെ സൈറ്റ് ഓപ്പൺ ആയില്ല, പക്ഷേ അന്ന് രാവിലെ 10 മണിക്ക് എൻ്റെ സൈറ്റ് ഓപ്പണായി കിട്ടി. എനിക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് എന്തോ വെപ്രാളം കൊണ്ടാണെന്നറിയില്ല, എന്തൊക്കെയോ മാർക്ക് ചെയ്ത് അവിടെ കൊടുത്തയച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു, എനിക്ക് എന്തായാലും കിട്ടാനൊന്നും പോകണില്ല, എന്തായാലും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് അതാണ് എനിക്ക് വളരെയധികം സന്തോഷമായെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ തിങ്കളാഴ്ച ഒരു 3 മണിയായപ്പോൾ കലൂരിൽ നിന്ന് എന്നെ വിളിച്ചേക്കാണ്, ജിബി അല്ലേന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അതെ ജിബി, അന്ന് എക്സാം എഴുതിയില്ലേ, ക്വാളിഫൈ ആയിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കെന്തോ ഒരു തലയ്ക്കെന്തോ മരവിപ്പോലെ, ക്വാളിഫൈ ആയെന്ന് വെച്ചാൽ ഞാൻ എഴുതിയത് എൻ്റെ ഹസ്ബൻഡിനെ എനിക്കറിയാം, വെപ്രാളം കൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട സ്ഥലമൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നതല്ലാതെ ഞാൻ മര്യാദക്കൊന്നും എഴുതിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെ ക്വാളിഫൈ ആയിട്ടുണ്ട്. 22-ാം തീയതി വെച്ചാൽ നാളെ 12 മണിക്ക് എനിക്ക് ഡെമോ ക്ലാസ്സും ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. അടുത്തത് പറയാനായിട്ട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു 1 മാസത്തിനകം തന്നെ എനിക്കത് ലഭിച്ചു. പിന്നെ സെപ്റ്റംബറിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡിന് 2 മാസം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോഴിക്കോടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ളത് വന്ന്, അപ്പോൾ ഞങ്ങൾക്ക് പിരിയാനൊരു വിഷമമുണ്ട്. 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, സാരില്ല, അന്ന് ഇവളെയും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞതല്ലാതെ നമുക്ക് അന്നത്തെ സാമ്പത്തിക ഞെരുക്കം അറിയാമല്ലോ, എല്ലാവർക്കും കൊറോണ ബാധിച്ചതുകൊണ്ട് ഒരു ഞെരുക്കുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സാലറിൽ ഒതുങ്ങുന്നത് തന്നെ ഞങ്ങൾക്കൊരു കൊച്ചു വീട് കോഴിക്കോട് കിട്ടി. അത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കമുള്ളതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അതായത് എന്തെങ്കിലും സാലറിയിൽ ഒരു ഹൈക്ക് ലഭിക്കണം, എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ഡിസംബറിൽ ഹസ്ബൻഡിന് സാലറി ഹൈക്ക് കിട്ടി. പിന്നെ മെയ്യിൽ ഒരു ബോണസും അതും കിട്ടി. അങ്ങനെ വളരെയധികം കുറേ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ജിബി ഉടമ്പടി എടുത്തതിന് ശേഷം വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? പ്രാർത്ഥനയിലും അത്രയും നാൾ എന്താണെന്നാ പറയുന്നത്, ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിലും അത്ര ഇതൊന്നും ഉണ്ടായില്ല എൻ്റെ ജീവിതത്തിൽ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പാസ്സാവും എല്ലാം അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്രത്തോളം മാതാവിനോട് അടുക്കണമെന്നും. അത് ആ ഒരു ഇതിൽ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു. വലിയൊരു സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവച്ചത്. ഒന്നാമതായിട്ട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. ഈ മകളുടെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കേട്ടറ്റിൻ്റെ വിഷയം പറഞ്ഞു. കേട്ടറ്റ് ഈ മകൾ 5 തവണ അല്ലേ
കൃപാസനത്തിൽ 5 ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 5 തവണ ഞാൻ എഴുതി. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 5 തവണ എഴുതിയിരുന്നു. അതിനുശേഷം ഒരു തവണ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുങ്ങാതെ പോയി എഴുതി ഫെയിലായി. അപ്പോൾ ഒരു ദൈവികമായ ഇടപെടൽ എന്നോലമാണ് നമ്മുടെ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടുകയും ആ സഹോദരൻ പറഞ്ഞ വിഷയമല്ല, ഹെബ്രായർ 4:2 വചനമാണ് എൻ്റെ മനസ്സിലോട്ട് ഈ സമയത്ത് ഓടി വന്നത്. കാരണം അവർ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല. കാരണം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരത് വിശ്വസിച്ചില്ല. പക്ഷേ ഈ മകളോട് ഒരു ശുശ്രൂഷകനാണത് പറഞ്ഞത്, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് വെറുത്തുപേക്ഷിക്കും. അത് ഉടമ്പടിയുടെ ഒരു നിബന്ധന തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പും ദേഷ്യവും വന്ന കർത്താവിൻ്റെ കൃപ ശക്തി അത് നമ്മൾ അഭിഷേകമായി വന്ന് നിറയാൻ അതൊരു തടസ്സമായിട്ട് വരും. അതുകൊണ്ടാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ ആദ്യമേ തന്നെ ചെയ്യുന്ന ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉടമ്പടി പത്രിക കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ടിക്ക് ചെയ്തിട്ട് ഉടമ്പടി എടുത്ത ആൾക്കാരാണ് അല്ലേ? എന്നോട് വെറുപ്പുള്ളവരോട് ഞാൻ അവരോടുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. അതുപോലെ ഒത്തിരിയേറെ മക്കളാണ് കൃപാസനത്തിൽ വന്ന് ആ ഒരു വിഷയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പോൾ ഈ മകൾ ഓർത്ത് നോക്കിയപ്പോൾ അത് കൃപയ്ക്ക് തടസ്സമായിട്ടുള്ളൊരു ദേഷ്യമുള്ള ഒരു വ്യക്തിയെ ഈശോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ മകളുമായിട്ട് രമ്യതയിലായി. അത് ഒരു നിമിത്തം മാത്രമാണ്. പക്ഷേ ഉടമ്പടിയിൽ നമ്മളൊരു വിഷയം വെച്ച് തരുന്ന പരിശുദ്ധ അമ്മയുടെ നേർ ഇടപെടലുണ്ടാവും എല്ലാ വിഷയങ്ങളിലും. കാരണം ഉടമ്പടി എന്ന് പറയുന്ന പുറപ്പാട് 33:14 അനുസരിച്ചുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പം മാതാവിനൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മകള് ആദ്യം കേട്ടറ്റ് എക്സാം, പിന്നെ 90 മാർക്ക് കിട്ടി, 7ാമത്തെ തവണ പാസ്സായി. പിന്നീട് ആ മകളുടെ ഈ ഒരു ടെസ്റ്റ് ഉണ്ട്, ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയസിൻ്റെ കീഴിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. ആ ടെസ്റ്റ് ഇതുപോലെ ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഓൺലൈനിലാണ് ഈ മകൾ ആ വിഷയങ്ങൾ പരിശുദ്ധ അമ്മയോട് തന്നെ നൊമ്പരങ്ങൾ പറഞ്ഞത്. പിന്നെ ആ മകൾ അങ്ങനെ ടൈപ്പ് ചെയ്തു, ആ ടെസ്റ്റ് പാസ്സായി. നാളെ ഈ മകൾക്ക് ടീച്ചിങ് ഡെമോ ക്ലാസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു വിഷയം പറഞ്ഞതാണ്, സ്കാനിങ്ങിന് പോയ സമയത്ത് നിറച്ച് സ്കാനിങ്ങിൻ്റെ പ്രോബ് വയറിൽ വെച്ചപ്പോൾ ആ മോണിറ്ററിൽ നിറയെ കുരുക്കളായിരുന്നു കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകള് അപ്പോഴും പുറത്തിറങ്ങി ഓൺലൈനിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് തന്നെ നൊമ്പരങ്ങൾ പറഞ്ഞു. പിന്നത്തെ ആ ഒരു സ്കാനിങ് നോക്കിയപ്പോൾ അത് 2 ഓറിയും ക്ലിയർ ആയിട്ട് കണ്ടു. അത് പരിശുദ്ധ അമ്മ നേരിട്ട് അവിടെ പ്രവർത്തിച്ചതാണ്. കാരണം സമയ സന്ദർഭങ്ങളുടെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ അപ്പോൾ തന്നെ അത്യുന്നതിൻ്റെ ശക്തി അവിടെ പ്രവർത്തിച്ച് ആ മകളുടെ 2 ഓവറിയും ക്ലിയറാക്കി കൊടുത്ത വലിയൊരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഇതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വിഷയം പറഞ്ഞു. ഒന്നിച്ച് ഒരു സ്ഥലത്ത് കോഴിക്കോട് ജോലി സ്ഥലത്ത് ഇതേപോലെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു വീട് തന്നെ പരിശുദ്ധ അമ്മ അത് സംഘടിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ സാലറി ഹൈക്കും കിട്ടിയെന്ന് പറഞ്ഞു. അതിൽ ചെറുത് വലുതുമായിട്ടുള്ള ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈ കുടുംബത്തിൽ നടന്നത്. തുടർന്ന് ഒരു സാക്ഷിയായിട്ട് ജീവിക്കുക, കിട്ടിയ ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് തുടർന്നും കൃപയിലായിരിക്കുക. ഈ കുടുംബത്തിന് ഉടമ്പടി വഴി കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.